ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇത് ആക്ച്വലി ഇന്നലെ കപ്പ ഉണ്ടാക്കിയായിരുന്നു. അത് നോർമലായിട്ട് പുഴുങ്ങി. പക്ഷേ ഇന്നത് ഞാൻ കപ്പ വേവിച്ചത് കുറച്ച് ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു, അതും ചേർത്ത് അതിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. ഗ്രേവിയും പിന്നെ നോർമലായിട്ട് നമ്മൾ ചക്ക വേവിക്കുമ്പോൾ തേങ്ങ കരച്ച് ചേർക്കില്ല, തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, അല്പം ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ അരച്ചിട്ട് അതിനകത്ത് ചേർത്ത് വേവിച്ചെടുത്തു. പക്ഷെ ഞാൻ കടുക് വറുത്തത്, പക്ഷെ ആ സമയത്ത് ഞാൻ കറി ലീവ്സ് ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ആകെപ്പാടെ ഒരു അവിയൽ വരാൻ പോലെ ഇരിക്കുക. കളർ ഡിഫറെൻ്റായിട്ട് വരാൻ കാരണം അതിനകത്ത് ചിക്കൻ കറിയുടെ ഗ്രേവി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഗ്രേവി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേർത്തതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര മഴയാണ്. ഞങ്ങൾ കോലഞ്ചേരിയാണ്. പിന്നെ ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു മൂവാറ്റുപുഴ ആറൊക്കെ കവിഞ്ഞൊഴുകി, പിന്നെ മലമ്പുഴ ഡാം തുറന്നു വിട്ടു. അതെനിക്കൊന്ന് പാലക്കാട്ടാന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരൊക്കെ സുഖമായിരിക്കുന്നു. അതോ മഴ പിന്നെ ഈ പ്രളയം അതുപോലൊക്കെയുള്ള പ്രോബ്ലംസിൽ കൂടെയൊക്കെ ന്യൂസ് കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നും. പല ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. കുഞ്ഞിൻ്റെ ഒരു ആവശ്യത്തിന് പോയതാണ്. എനിക്ക് എൻഡോക്രൈനോളജിയിൽ ഡോക്ടറെ കാണാറുണ്ട്. ഞാൻ MOSCയിലൊരു ഡോക്ടർ അനീസ് ജോസ് എന്ന് പറഞ്ഞ മാമിനെ കാണുന്നത്. അതിവിടെ കോലഞ്ചേരി MOSC ഹോസ്പിറ്റലിലാണ്. ഞാൻ ഡയബറ്റിക്കാണ്, അപ്പോൾ അതിനും പിന്നെ തൈറോയിഡുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ആ കൂടെ കുഞ്ഞിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കുഞ്ഞിനൊരു EEG നോക്കാനുണ്ടായിരുന്നു, അതിന് ബുക്ക് ചെയ്യണം. പിന്നെ വേറെ എന്താണ്, പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് അച്ഛൻ ജോലിക്ക് പോയി. അച്ഛൻ കിൻഫ്ര നെല്ലാടാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈവനിങ് അല്ല, കുറച്ച് ലേറ്റാകും. ആളിന്ന് ഹാഫ് ഡേ ലീവ് ആയിരുന്നു. ബട്ട് അതിൽ കൂടുതൽ സമയം എടുത്തു. 4 o'clock ആണെന്ന് തോന്നുന്നു ഓഫീസിലെത്തിയപ്പോൾ. പിന്നെ വേറെ എന്താണ്, പിന്നെ ഇവിടെ മഴയാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ട്, പപ്പ, ഞാൻ, കുഞ്ഞ്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എനിക്കിതിൽ വേറെ കാണിക്കാനായിട്ടൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഇങ്ങനെ എടുത്തിട്ട് 3 minute വീഡിയോ ആയതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തതാണ്. അപ്പോൾ പിന്നെ വേറെ എന്ത് പറയാനാണ്. അപ്പോൾ എല്ലാവരും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ നാളെ സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ എല്ലാവരും വീട്ടിൽ അടിച്ചു പൊളിക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ടേക്ക് കെയർ. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.